കൂടപ്പുലം. ഇത് സൗമിത്രിയുടെ നാട്. രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാമടവിം വിദ്ധി ഗച്ഛതാത യഥാസുഖം. ജ്യേഷ്ഠനെ അച്ഛനായും ജ്യേഷ്ഠത്തിയെ അമ്മയായും അടവിയെ അയോധ്യയായും കരുതണമെന്ന് അമ്മയാണ് പഠിപ്പിച്ചത്. ഇമ ചിമ്മാതെ ഉറങ്ങാതെ നീണ്ട 14 വർഷങ്ങൾ ഈ മന്ത്രം ജീവിതവ്രതമാക്കിയ ലക്ഷ്മണന് രാമനെ പിരിഞ്ഞിരിക്കാനാവുമോ? പക്ഷെ ഊർമിള ഒരു വാക്കിൽ പോലും പരിഭവം അറിയിക്കാത്ത അവളുടെ കണ്ണീര് പറ്റിയ മിഴികളിൽ നോക്കി ഒരു വേള ലക്ഷ്മണൻ നിന്നു. പിന്നെ രാമനെ അന്വേഷിച്ച് യാത്രയായി. കൂടെ ഭരതനും ശത്രുഘ്നനും. സീതാ പരിത്യാഗത്തിൽ മനം നൊന്ത് പണ്ട് ജാനകിയോടൊത്ത് സഞ്ചരിച്ച വനവീഥികളിലൂടെ നടന്ന രാമനെ പുണ്യപുരാതനമായ രാമപുരത്ത് വെച്ച് അവർ കണ്ടുമുട്ടി എന്ന് ഐതിഹ്യങ്ങൾ നമ്മോട് പറയുന്നു. രാമദുഃഖങ്ങൾ അകറ്റിയ, ഹൃദയത്തോട് ഹൃദയങ്ങൾ ചേർത്ത ഈ സുന്ദര ഗ്രാമത്തിൽ അവർ കുടിയിരുന്നു. ശ്രീ ലക്ഷ്മണസ്വാമി കൂടപ്പുലം എന്ന ഗ്രാമത്തിൻ്റെ അധിപനായി രാമപുരം വാഴുന്ന ശ്രീരാമചന്ദ്രനെ നോക്കി കിഴക്ക് ദർശനമായി വാണരുളുന്നു.